പക്ഷെ ഈ സർക്കാർ തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടാണ് ഞങ്ങളുടെ മദ്യത്തിന് ഒരു പേര് നൽകുക. ഒരു മത്സരം എന്താ കുഴപ്പം? ഒരു പേര് കൊടുക്കുന്നത് ഒരു മത്സരമല്ലേ? പുതിയ തലമുറയാണ് ഗൗരവമുള്ള ഒരു വിഷയം ഉയർത്തിയത്. അതിനെയൊന്നും ചിരിച്ച് നിസ്സാരവൽക്കരിച്ച് കാണരുത് സർ. രണ്ടാമത്തെ കാര്യം ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് പറയാം. ഞാൻ അതിനോട് കൂട്ടിച്ചേർത്തൊരു വാക്ക് പറയാം. 4 കാരണങ്ങളാണ് ലഹരിയിലേക്ക് പോകാൻ എന്നാണ് പഠനം പറയുന്നത്. ഒന്ന്, പാരമ്പര്യമായ കുടിയന്മാരുടെ മക്കൾ. 2, സാഹചര്യം കൊണ്ട്. 3, നേരത്തെ പറഞ്ഞ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ട്. 4, നേരത്തെ പറഞ്ഞ പ്രണയ നൈരാശ്യം പോലുള്ള പ്രശ്നങ്ങൾ പെട്ടു പോകുന്നവർ. ഇവരാണ് ലഹരിയിലേക്ക് പോകുന്നത്. ഇത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് മദ്യത്തിന്റെ ഉപഭോഗവും വിതരണവും നിയന്ത്രിക്കുകയും ബോധവൽക്കരണം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ചെറുപ്പം തൊട്ട് LP ക്ലാസ് തൊട്ട് തന്നെ നടത്തുകയും സമാന്തര പ്രവർത്തനം നടത്തുകയും ചെയ്യാതെ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇന്നുവരെ മദ്യത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ജെൻഡർ ഇതിനെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലഹരിയുടെ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സർക്കാർ ഇത് വിൽക്കുന്നുണ്ട്, മയക്കുമരുന്ന് എല്ലാം ഉൾപ്പെടണം. ഞങ്ങൾ സമരം ചെയ്യുന്നത് അത് പറഞ്ഞുകൊണ്ടാണ് കുട്ടി. ഇത് വിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ സമരം 907 ദിവസം ഇന്ന് പൂർത്തിയായി. മലപ്പുറം കലക്ടറേറ്റ് പഠിക്കൽ അനിശ്ചിതകാല സത്യാഗ്രഹം. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആ സമരം കൊണ്ടുപോണത്. ഒന്നാമത്തെ ഞങ്ങളുടെ അജണ്ട ലഹരി വിരുദ്ധ പാഠഭാഗം പ്രൈമറി തലം തൊട്ട് വേണം. രണ്ടാമത്തത് മദ്യവും മയക്കുമരുന്നും നിരോധിക്കാനുള്ള ഒരു നിയമം നമുക്കുണ്ടായിരുന്നു, പ്രാദേശിക ഭരണകൂടത്തിനുണ്ടായിരുന്നു, അത് പുനഃസ്ഥാപിക്കണം. മൂന്നാമത്തത് ദൂരപരിധി വ്യാപ്തി എടുത്തു കളഞ്ഞു, അത് പുനഃസ്ഥാപിക്കണം. നാലാമത്തത് ദയവ് ചെയ്ത് ഇനിയും ബാറുകൾ അനുവദിക്കരുത്.